പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സംഘടന നീ കാണുന്ന കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും. കർത്താവെ, അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണ ഈശോയെ. അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തരം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല, എന്നാലും കേൾക്കാത്തവരുണ്ടാവും. ഒരു മരിയൻ ഡിവോഷൻ അല്ലെങ്കിൽ മരിയൻ ഡിവോട്ടി, മാതാവിൻ്റെ വത്സല ഭക്തൻ അങ്ങനെ ഭക്ത, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും.
ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഞാൻ ഈ അമ്പലപ്പുഴ പള്ളിയിൽ പണ്ട് വികാരിയായിരുന്ന കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരനുഭവം എന്ന് പറയുന്നത്, അവിടെ അമ്പലപ്പുഴ നമ്മൾക്ക് വീട്ടുകാരൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് പാവത്തുങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രോജക്റ്റ് ഈ പീറ്റർ പിതാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. ഒരു 2 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ 42 വീടുകൾ ചെയ്ത് വീടില്ലാത്തവർക്ക് ഒരു പുനരധിവാസ പദ്ധതി. അപ്പം അന്നിരുന്ന ആൾക്കാർ, ഉപദേശകർ, ഇങ്ങനെ കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞ് ഇവരുടെ പേരിലിത് കൊടുത്താൽ ഇവർ വിറ്റുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് ആരുടെയും പേരിൽ കൊടുത്തില്ല. കാരണം വീടില്ലാത്തത് കൊണ്ട് അവർക്ക് വീട് സ്ഥലവുമായി, പക്ഷെ അവരുടെ പേരിൽ കൊടുത്തില്ല. കാര്യം അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല. കാരണം വീട് സ്ഥലം അവരുടെ പേരിലല്ലല്ലോ. അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് പോലും നന്നാക്കാനുള്ള വല്ല പ്രോജക്റ്റൊക്കെ വന്നാലും പഞ്ചായത്തിൽ നിന്ന് തള്ളിപ്പോവും. വീട് അവരുടെ പേരിലല്ലെന്ന് പറയും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ നിയമം എടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. കാര്യം അവർ പലരും ആ നാട്ടുകാരല്ലല്ലോ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ്. അപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ 16 കൊല്ലം ഒരു കീറാമുട്ടി പോലെ കിടക്കേണ്ട സംഭവം. എനിക്ക് തോന്നിയത്, അപ്പം അന്ന് ഈ സാഹിത്യ അക്കാഡമിയിലൊക്കെ പഠിക്കണ കാലമാണ്. ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള സാഹിത്യ അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെ പള്ളി അടച്ചിട്ടേക്കും മാതാവ് അൾത്താരയിലാണ് ഇരിക്കുന്നത്. അൾത്താരയിൽ നിന്ന് നമുക്ക് നോക്കി കുറേ ദൂരമുണ്ട്. അത് കാരണം ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് പോകുമ്പോൾ അമ്മയോട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പള്ളിയുടെ അകത്ത് തന്നെ, നമ്മൾ ആനവാദിക്ക് തന്നെ അകത്ത്, പള്ളിയുടെ അകത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് മാതാവിന് രൂപം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അകത്തറിയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയെല്ലാം ദൈവം വളരെ റെവറൻസോടെയാണ് എടുക്കുന്നത് ശരിക്കും. എന്നുവെച്ചാൽ മാതാവിനെ ഞാൻ കാണുന്നു, ഞാൻ രാത്രിയാണത് വരുന്നതെന്നുണ്ടെങ്കിൽ രാത്രി അമ്മയടുത്ത് വന്ന് നിൽക്കുന്നു, അന്നത്തെ കാര്യം പറയുന്നു, നന്ദി പറയുന്നു, പോയി കിടന്നുറങ്ങുന്നു. രാവിലെ എവിടെയെങ്കിലും അത് രാവിലെ വർക്കുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഞാൻ കൊടിമരത്തിന്മേൽ ഇങ്ങനെ ഇരുന്ന് കൊന്തേരിയപ്പോൾ മാതാവിൻ്റെ പള്ളിയുടെ വാക്കിലാണ് കൊടിമരത്തിൻ്റെ മാതാവിനെ നോക്കിക്കൊണ്ട് അവിടെ മാതാവതിരിപ്പുണ്ടല്ലോ, ജെല്ലം തുറന്ന് കിടക്കുകയാണ്. കൊന്തയില്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കോളനിക്കാരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സക്കറിയ 10:1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. 11 കാലവർഷം സമാധാനം ഉണ്ടാകുന്ന കേസല്ലത്. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഞാൻ ആ കൊടിമരത്തിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി ഒരു 4 രഹസ്യം കഴിയുമ്പോൾ അവസാനത്തെ 10 രഹസ്യമുണ്ട്. 10 എന്ന് പറഞ്ഞ പറയില്ല, 5-ാം രഹസ്യം. 5-ാം രഹസ്യത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിലിഴഞ്ഞ് ചെല്ലും. ഞാനങ്ങനെ എത്ര കാലം ഇഴഞ്ഞ് ചെന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. കുറേ നാളൊക്കെ ഇഴഞ്ഞ് ചെല്ലും. 2 കൊല്ലമെങ്കിലും അങ്ങനെ ഇഴഞ്ഞ് ചെന്ന് കാണും. 2ാമത്തെ കൊല്ലം ഒരു ദിവസം ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞു,
പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ആധാരം എഴുത്തുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ശിവപിതാവ് പറഞ്ഞ്, ഇത് ഉണ്ണിയാണ്, ഇയാൾക്ക് ആ ജനങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ എന്ന സ്ഥലം അവർ വിട്ടുകൊണ്ട് പോകാത്ത രീതിയിൽ ക്ലോസ് വെച്ച് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിതാവ് ഞാനും കൂടി ഇയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് നോക്കി. അയാൾ എഫിഷ്യൻ്റ് ആധാരം എഴുത്തുകാരനാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല, പക്ഷെ അവരുടെ പേരില്ല, സ്ഥലവും വീടും അവരുടെ പേരില്ല. അവർ പണം മുടക്കി അവരുടെ പേരിലാക്കുകയാണ്. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് നല്ല ക്ലോസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ചാലേ ഈ എല്ലാത്തിനും പോംവഴികളുണ്ട്. ശരിക്കും എല്ലാത്തിനും പോംവഴികളുണ്ട്. ഒരു വിതിൻ 2 ആഴ്ച കൊണ്ട് ആ പറമ്പുകളെല്ലാം അവരുടെ പേരിലാക്കി കൊടുത്തു. 2 ആഴ്ച കൊണ്ട്. അതായത് വഴി, ഞാൻ അതിന് മനസ്സിലാക്കിയത്, വഴിയില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് സീരിയസ് ആണ് ഈ വിഷയത്തിലെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ ഒരു ചുമ്മാ ഈ ഒരു കാട്ടിക്കൂട്ടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള തൊട്ടുകൂട്ടി പ്രാർത്ഥനകളില്ലേ, ഈ തൊട്ടുകൂട്ടി പ്രാർത്ഥനകളൊന്നും നമ്മുടെ യഥാർത്ഥ അതൊന്നും രജിസ്റ്റർ പോലും ആകത്തില്ല ദൈവത്തിൻ്റെ മനസ്സിൽ. ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആകത്തില്ല ശരിക്കും. ഇന്ന് തന്നെ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറയണത്, ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എന്താണ് പറയണമെന്ന് അവർക്ക് സാക്ഷ്യം പറയണേ. ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ചെയ്യണ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ സാധാരണ പ്രാർത്ഥനക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധവും അർപ്പണ മനോഭാവം ഉണ്ടാകണം. എന്നാൽ പിന്നെ ഏത് ഊരാക്കുടുക്കാണെങ്കിലും മാതാവ് അഴിച്ച് കയ്യിൽ തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അന്നുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഞാൻ ഇന്ന് 4 അനാഥാലയങ്ങളിൽ സുഭക്ഷമായിട്ട് ആഴ്ചയിൽ 1 ദിവസം ഞാൻ ഫുഡ് കൊടുക്കുന്നു. അത് അനാഥാലയങ്ങളുടെ എണ്ണം കൂടിയതനുസരിച്ച് എനിക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ കൂടെ അതിൽ ചേർത്തു. അവർക്ക്
150 പേർക്കുള്ള ഫുഡ് എല്ലാ ആഴ്ചയും ഒരു ദിവസം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കണക്ക് വസ്ത്രം ഇല്ലാത്തവർക്ക്, പാവങ്ങളെന്ന് തോന്നുന്നവർക്ക് ഞാൻ അവരെ ചെന്ന് കാണുകയും അവരുടെ ആവശ്യങ്ങൾ അറിയുകയും വസ്ത്രങ്ങൾ എൻ്റെ കൈവശമുള്ളത് ഞാൻ കൊടുക്കും. കൂടാതെ ഉള്ളവൻ്റെ വീടുകളിൽ ചെന്ന് ഞാൻ ധ്യാനം ചോദിച്ച് അത് വാങ്ങി അർഹതപ്പെട്ട കൈകളിൽ ഞാൻ കൊണ്ട് വസ്ത്രം കൊടുക്കും. അത് കണക്ക് കിടപ്പ് രോഗികളായിരുന്ന അമ്മമാരുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അമ്മമാരെ ശുശ്രൂഷിക്കാനും അമ്മമാരെ കുളിപ്പിക്കാനും എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗിയായി കിടക്കുന്ന അമ്മമാരൊക്കെ എന്ന പാമ്പേഴ്സ് അവർക്കും വസ്ത്രങ്ങൾ കൊടുക്കുന്നു. എല്ലാ മാസവും മെഡിക്കൽ കോളേജിൽ റോഡിൽ കിടക്കുന്ന അനാഥരെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളെ കൊണ്ടും അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സഹായം, ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കൊറോണയ്ക്ക് മുമ്പ് തന്നെ പങ്കാളി ജോലി ചെയ്തിരുന്ന രാജ്യത്തിന് ഗവൺമെൻറ് ബാൻ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ പെട്ടു. എനിക്ക് ലക്ഷങ്ങൾ കടം വന്നു. ആ കടത്തിൻ്റെ ഫലമായിട്ട് ഞാൻ പല പ്രാവശ്യം ആത്മഹത്യയുടെ വക്കിലിട്ടായിരുന്നു. കാര്യം എനിക്ക് ഉണ്ടായിരുന്ന വസ്തുവിനെ ഞാൻ വിൽക്കാൻ തുടങ്ങി. ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളെല്ലാം വിറ്റു. ഒരു നിലയ്ക്കും എനിക്ക് നിൽക്കാൻ സാധിക്കാതെയായി. അപ്പോഴെല്ലാം ആത്മഹത്യ മാത്രമായിരുന്നു എൻ്റെ മുന്നിൽ. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടാൽ എല്ലാവരും ഉള്ളവരാണെന്ന് പറയും. ചെന്ന് ചോദിച്ചാൽ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. വീട്ടിലെ സമാധാനം ഇല്ലായിരുന്നു. എൻ്റെ പങ്കാളി മക്കളും നല്ല ഒരു പങ്കാളി, നല്ല മക്കളുമാണ്. മക്കൾക്ക് ഞാൻ സ്വസ്ഥത കൊടുക്കില്ല. ഞാൻ തന്നെ ഡിപ്രഷൻ്റെ അവസ്ഥയിലോട്ട് എത്തിയിരുന്നു. അവസാനം എനിക്ക് ഡിപ്രഷൻ്റെ മെഡിസിൻ കഴിക്കേണ്ട സ്റ്റേജായിരുന്നു. അങ്ങനത്തെ വ്യക്തി ഇന്ന് എനിക്ക് ലക്ഷങ്ങൾ കടമുണ്ട്. ഉടമ്പടി ഈ മേഖലയിൽ എല്ലാ അവസ്ഥയിലുമാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എൻ്റെ ബാധ്യതകളൊന്നും തീർന്നിട്ടില്ല എങ്കിലും ഈ ലക്ഷങ്ങൾ കടങ്ങളുള്ളത് എൻ്റെ പങ്കാളിയുടെ വരുമാനം ഇല്ലാതെ തന്നെ എനിക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നു. എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വ്യക്തികൾ പോലും ആ ബാധ്യതയെ സംബന്ധിച്ച് സംസാരിക്കാനോ ഇതിനിടവരുത്താതെ കൊണ്ട് തക്ക സമയത്ത് എനിക്ക് കൂടുതൽ വേദന വരുമ്പോൾ ഞാൻ ഓടി ഇവിടെ എത്താറ്. അമ്മയുടെ അടുത്ത് വന്ന ആവശ്യം പറഞ്ഞിട്ട് പോകും. അടുത്ത നിമിഷം എനിക്ക് ആ കാര്യം നടത്തുവാനും സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ എൻ്റെ കുടുംബത്തിൽ അനേകം കാര്യങ്ങൾ അമ്മ എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. കൃപാസനത്തിൽ നടന്നു പോകും ജവമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്തു. ഒരു 10 മിനിറ്റ് എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. എൻ്റെ ഉപ്പുറ്റി വേദനയുണ്ട്, കാലിൻ്റെ അടിഭാഗം നീറ്റലുണ്ട്. അതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. സിസ്റ്ററിൻ്റെ അടുത്ത് എഴുതാൻ ഞാനത് വിട്ടുപോയി. ഒരു അരമണിക്കൂർ നിന്നാൽ എനിക്ക് കാല് പ്രശ്നമാണ്, വേദന ഉണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വേദനയില്ല, എൻ്റെ കാലിൻ്റെ നീറ്റൽ മാറി. അതിനടുത്തത് ഞാൻ ഇത്രയും മണിക്കൂർ നടന്നിനി ഒരു കിലോമീറ്റർ ദൂരം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ 2 കാലും ആദ്യം ഒരു കാല് മസിൽ പിടിച്ചു. അടുത്ത കാല് ഞാൻ ഒട്ടും നടക്കില്ല. 5 മിനിറ്റ് നടക്കേണ്ട ദൂരം പോലും ഞാൻ 2 വീലറിൽ അല്ലെങ്കിൽ വണ്ടിയിൽ കാറിൽ പോകാറുള്ളൂ. കാര്യം എൻ്റെ കാല് 2 പ്രാവശ്യം ഉടഞ്ഞ് ഫാസ്റ്റ് ഇട്ടതാണ്. കാല് വളഞ്ഞു പോകണ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വണ്ടിയിലെല്ലാം നടന്ന് അടുത്ത സ്ഥലത്ത് പോലും പോകാത്തൊരു വ്യക്തിയായിരുന്നു ഇത്രയും ദൂരം നടന്നത്. ഇത്രയും ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ 1 കിലോമീറ്റർ ദൂരം ഉള്ളപ്പോഴത്തേക്ക് എൻ്റെ 2 കാലും മസിൽ പിടിച്ച് 1 ഇഞ്ച് പോലും നടക്കാൻ പറ്റാതെ പ്രായം ചെന്നവർ വടി ഊന്നുന്നതുപോലെ ഒരു വടിയെ ഒടിച്ചെടുത്ത് അത് ഊന്നി ഞാൻ ബാക്കിലോട്ട് മലർന്ന് പോകുന്നുണ്ടായിരുന്നു. അവിടെ അമ്മയുടെ പ്രസൻസ് ഞാൻ അറിഞ്ഞു. വളരെ 85 വയസ്സോളം പ്രായമുള്ള ഒരു മെലിഞ്ഞ് ഉണങ്ങിയ പൊക്കം കുറഞ്ഞ് ഒരു വെളുത്ത സുന്ദരിയായ അമ്മ വന്ന് എന്നെ താങ്ങുകയും എൻ്റെ കൂടെയുള്ളവരെ എല്ലാം ഞാൻ കടന്നു പോകാൻ പറഞ്ഞു. ഞാൻ കാരണം നിങ്ങളും കൂടെ അമ്മയുടെ സന്നിധിയിൽ എത്താൻ വൈകണ്ട, നിങ്ങൾ നടന്നോ, ഞാൻ എങ്ങനെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവരും വളരെ ആവശ്യ നിലയിലായിരുന്നു. അവർ കടന്നുപോയി. പക്ഷേ ഞാൻ വീഴേണ്ട ഒരു സ്റ്റേജ് എത്തുന്നു. ഈ അമ്മ വന്ന് എന്നെ താങ്ങുന്നു. ആ അമ്മയെ വളരെ സൂക്ഷിച്ചതാണ്. ഞാൻ നല്ല ഫാറ്റിയ ആളാണ്. പക്ഷെ അമ്മ എന്നെ താങ്ങുന്നു. എന്നെ താങ്ങിക്കൊണ്ടുപോയി നിർത്തി. അവസാനം ആ അമ്മയുടെ പരിശ്രമ ഫലമായിട്ട് ഒരു 2 വീലർ എൻ്റെ മുന്നിലെത്തുകയും ആ 2 വീലറിൽ എന്നെ കയറ്റി അയക്കുന്നു. അപ്പോൾ ഈ അമ്മയെ ഞാൻ പറയുന്നുണ്ട്, അമ്മ കടന്നു പോകുക,
ഞാൻ കാരണം അമ്മയും കൂടി പോകേണ്ട എൻ്റെ കൂടെയുള്ളവരെയൊക്കെ ഞാൻ പറഞ്ഞയച്ചത്. അമ്മ കടന്നു പോകാൻ പറഞ്ഞു. അമ്മ കടന്നുപോയില്ല. അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഇവിടെ എല്ലാം തെരയുന്നുണ്ട് അമ്മയുടെ മുഖം. അമ്മ പറഞ്ഞു, ഞാൻ ഇവിടെയുള്ളതാ മോളെ, ഞാൻ ഈ ആലപ്പുഴയിൽ അമ്മയാണെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരത്തെ എൻ്റെ മൈൻഡിൽ എനിക്കത് അമ്മയെ കൂടുതൽ ശ്രദ്ധിക്കാനോ അമ്മയുടെ പേര് ചോദിക്കാനോ അമ്മയുടെ സ്ഥലം ചോദിക്കാനോ പറ്റിയില്ല. ഞാൻ ഒരാളെ വ്യക്തമായി ഒരാളെ പരിചയപ്പെട്ട നല്ലതായി മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് സംസാരിച്ച്. പക്ഷേ ഈ അമ്മയോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. അതിപ്പോഴും എൻ്റെ മനസ്സിലൊരു കുറ്റബോധമാണ്. എപ്പോഴെങ്കിലും കൃപാസനത്തിൽ വരുമ്പോൾ അമ്മയുടെ മുഖം ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മയെ ഞാൻ മാറ്റി മാറ്റി വിടും തോറും അമ്മ എന്നെ കൂടുതൽ ചേർത്ത് നിർത്തുകയും എനിക്ക് വെള്ളം തരാനോ എല്ലാറ്റിനും കിടന്ന് ഓടുക. ഈ വയസ്സായ അമ്മ വണ്ടി പിടിക്കാൻ ഓടുന്നു, ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നു, വരുന്ന വണ്ടികളെല്ലാം കാണുന്നു വരെ. അത്രയും സ്റ്റേജായിരുന്നു എൻ്റെ അവസ്ഥ.